ഹായ് നമസ്കാരം. NIOS +2 ഏപ്രിൽ 2026 ബാച്ചിൻ്റെ ഹോൾ ടിക്കറ്റൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എക്സാമിന് ഒരു വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് മുന്നിൽ ബാക്കിയുള്ളത്. അപ്പം എക്സാം എഴുതാൻ പോകുന്ന ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ കുറച്ച് കോമൺ ആയിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ നമ്മൾ എക്സാം ഹാളിൽ പാലിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ എക്സാം എഴുതുന്ന സമയത്ത് പാലിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും അറിയാം, നമുക്ക് എക്സാം സയൻസ് സബ്ജക്റ്റുകൾ ഒഴികെ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി തുടങ്ങിയ സയൻസ് സബ്ജക്റ്റുകൾ ഒഴികെ ബാക്കി എല്ലാ സബ്ജക്റ്റിനും ടോട്ടൽ മാർക്ക് 100 മാർക്കിനാണ് പരീക്ഷ ഉണ്ടാവുക. ബാക്കി സയൻസ് സബ്ജക്റ്റ് ആകുമ്പം 80 മാർക്കിലായിരിക്കും, കാരണം അതിന് പ്രാക്ടിക്കലി വരുന്നതുകൊണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ ലാംഗ്വേജ് സബ്ജക്റ്റുകൾ ഒഴികെ, അതായത് മലയാളം, അറബിക്, ഹിന്ദി തുടങ്ങിയ സബ്ജക്റ്റുകൾ ഒഴികെ ബാക്കി എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ ഉണ്ടാവുക ഇംഗ്ലീഷിലാണ്. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മലയാളത്തിൽ ആൻസർ എഴുതാൻ കഴിയും. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ പാട് നമ്മൾ ആൻസർ എഴുതാൻ പാടില്ല. 2 പ്രാവശ്യം ആ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രം ആൻസർ എഴുതുക. കാരണം അതിൻ്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആൻസർ എഴുതാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, ഈ 2 കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് വരുന്ന പരീക്ഷ ഏതാണ്? കൊമേഴ്സ് എടുത്തവന് ആദ്യം അക്കൗണ്ടൻസി ആയിരിക്കും. അത് നോക്കുക ഏതാണെന്ന് നോക്കിയിട്ട് ആദ്യം വരുന്ന പരീക്ഷേൻ്റെ ഒരു 2 വർഷത്തെ PYQ, ഒരു വർഷം തന്നെ നമുക്ക് 2 പരീക്ഷ നടത്തുന്നതുകൊണ്ട് തന്നെ ആ ഒരു വർഷത്തെ ഒരു 2 PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിർബന്ധമായിട്ടും ചെയ്തു നോക്കണം. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറേ ഗ്യാപ്പിന് ശേഷമായിരിക്കും ഇപ്പോൾ +2 ഒക്കെ എടുത്ത് പഠിച്ചിട്ടുണ്ടാവുക. ഇനി ഗ്യാപ്പ് ഇല്ലാത്തവരായാൽ പോലും പെട്ടെന്ന് നമ്മളൊരു എക്സാം ഹാളിൽ കടന്നിരുന്ന് ഫസ്റ്റ് നമ്മൾ എഴുതുന്ന എക്സാമിന് നമുക്കൊരു പക്ഷേ എല്ലാം അറിയെങ്കിലും എഴുതാൻ ചെറിയ ബുദ്ധിമുട്ട് വരും. ആ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു 2 PYQ എടുത്ത് ചെയ്ത് നോക്കണം. നമുക്ക് എക്സാം 2:30 മുതൽ 5:30 വരെയുള്ള ടൈമിലാണ് 3 മണിക്കൂറായിരിക്കും. അപ്പോൾ ആ ഒരു 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ ഒരു 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതേണ്ടതാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാനും, അല്ലെങ്കിൽ ആ ടൈം ഷെഡ്യൂൾ ഒന്ന് കൃത്യമാക്കി വെക്കാനും ഒരു PYQ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം, 2:30ക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു 1:30ക്കെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം സെൻറ്ററിൽ എത്തിച്ചേരണം. കൃത്യമായിട്ട് ഹോൾ ടിക്കറ്റ് പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ ഹോൾ ടിക്കറ്റ് നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് എടുക്കേണ്ട കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോൾ ടിക്കറ്റ്, നിങ്ങളുടെ ഒറിജിനൽ ID പ്രൂഫ്, ആധാർ കാർഡ്, വോട്ടർ ID തുടങ്ങിയ ഏതെങ്കിലും ഒരു ID പ്രൂഫ്, പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ NIOS പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ID കാർഡ്, അതും നിർബന്ധമായിട്ട് ഇത് 3ആണ് നിങ്ങൾ എക്സാം ഹാളിൽ പോകുമ്പം കൊണ്ടുപോകേണ്ടത്. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആദ്യം എഴുതാവുന്നതാണ്. ഒന്ന് തന്നെ ആദ്യം എഴുതണം നിർബന്ധമില്ല. നിങ്ങൾക്ക് 10ാമത്തെ ക്വസ്റ്റ്യനാണ് ആദ്യം അറിയുന്നതെങ്കിൽ 10ാമത്തെ ക്വസ്റ്റ്യൻ എഴുതുക. പക്ഷേ എഴുതുന്ന സമയം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ എഴുതണം. ചില ക്വസ്റ്റ്യന് 10A 10B എന്നൊക്കെ കൊടുക്കും. അപ്പം നിങ്ങൾ 10A ആണ് എഴുതുന്നതെങ്കിൽ മാർജിൻ്റെ പുറത്ത് 10A, അല്ലെങ്കിൽ B ആണെങ്കിൽ 10B കൃത്യമായിട്ട് അതിൻ്റെ സബ്ബായിട്ടുള്ള നമ്പറും കൂടി എഴുതാൻ മറക്കരുത്. പിന്നെ എഴുതുമ്പോൾ നല്ല വൃത്തിയിൽ ക്ലിയർ ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. മറ്റുള്ളവർ വായിച്ചിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് തരുന്നതെന്ന് ഓർമ്മ വേണം. അപ്പം നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓർഡറിൽ എഴുതണമെന്ന് നിർബന്ധമില്ല. അറിയുന്നത് ആദ്യം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ചില സബ്ജക്റ്റുകൾക്കൊക്കെ 1 മുതൽ 50 മാർക്കിന് ഒബ്ജക്റ്റീവ് ടൈപ്പാണ് വരിക. അപ്പം അതൊക്കെ എഴുതുന്ന സമയത്ത്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആൻസറും കൂടി എടുത്ത് എഴുതണം. അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക, 4 ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഓപ്ഷനും കൂടി എടുത്ത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. 1A എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 1A എന്ന് മാത്രം എഴുതാതെ ആ ഓപ്ഷനും കൂടി എടുത്ത് എഴുതാൻ വേണ്ടി ശ്രമിക്കണം. 1 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഒബ്ജക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുക 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. 1 മുതൽ 50 പൊളിറ്റിക്കൽ സയൻസിനും മലയാളത്തിലൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പം ആ മാർക്കിനനുസരിച്ച് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അറിയുന്നത് ആദ്യം എഴുതുക. എസ്സേ ടൈപ്പ് ആണെങ്കിൽ ഒരു 2-3 പേജ് മാർക്ക് എത്രയാണോ, ഓരോന്നിൻ്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എത്രയാണോ അതിനനുസരിച്ച് മാത്രം ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് ആ 3 മണിക്കൂർ തികയില്ല എക്സാമിന്. അതായത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിക്കാൻ പോലും ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഓരോന്നിനും എത്ര മാർക്കാന്ന് നോക്കിയിട്ട് ആ മാർക്കിനനുസരിച്ച് മാത്രം എക്സാം എഴുതാൻ ശ്രമിക്കുക. അറിയുന്നത് ആദ്യം എഴുതുക. നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോകാം. കാരണം നിങ്ങൾക്ക് പാസ്സാവാനുള്ളത് ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഉണ്ടാവും. പിന്നെ 2 PYQ നിർബന്ധമായിട്ടും എക്സാമിന് മുൻപ് നിങ്ങൾ ചെയ്ത് നോക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അപ്പം നന്നായിട്ട് എക്സാം എഴുതുക. ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.